നമസ്തേ. അഞ്ചപ്പം എന്ന ഒരു എക്കോണമി റെസ്റ്റോറൻറ്റ്, ലളിതമായൊരു ഭോജനശാലയെക്കുറിച്ച് ചില ആശയങ്ങൾ പങ്കുവയ്ക്കാനും ആശീർവാദം പ്രതീക്ഷിച്ചുമാണ് ഈ ഒരു കൊച്ചു വർത്താനം വിളിക്കാവുന്ന കാര്യം. അടിസ്ഥാനപരമായിട്ട് 3 ആവശ്യങ്ങൾ ആ മനുഷ്യനൊക്കെയാണ് നമ്മൾ ചെറിയ പ്രായം തൊട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്: വസ്ത്രം, പാർപ്പിടം, അന്നം. അത് 2 കാര്യങ്ങളും ഇങ്ങനെ കോംപ്രമൈസിനകത്ത് ചെയ്യുന്നതിനകത്തൊരു ബുദ്ധിമുട്ടില്ല. മാത്രം പേര് ഈ പറഞ്ഞ 2 കാര്യങ്ങളില്ലാതെ ഭൂമിയിലെമ്പാടും ജീവിക്കുന്നുണ്ട്. പാർപ്പിടമൊക്കെ ഇല്ലാത്ത എത്രയോ കൂടി മനുഷ്യരാണ്. എന്നാൽ അന്നമില്ലാതെ എന്നാ ചെയ്യും? മനുഷ്യ നിലയിൽ നമുക്ക് അനുവർത്തിക്കാവുന്ന ഏറ്റവും കുലീനമായ ധർമ്മം ആർക്കും വിശക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. ചിലരെങ്കിലും ആ കാലത്തിൻ്റെ സാക്ഷികളുമാണ്. വീടിൻ്റെ പടിയടക്കുന്നതിന് മുമ്പായിട്ട് അത്താഴപ്പണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു വല്ലാത്തൊരു ആകുലതയുണ്ട്. അങ്ങനെ ആരെങ്കിലും അത്താഴപ്പട്ടിക്കാരായിട്ടുണ്ടെങ്കിൽ ഇതിനെ പടിയടക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. വേണമെങ്കിലും തിരിച്ചു പിടിക്കാവുന്ന, മനസ്സോടൊന്നും തിരിച്ചു പിടിക്കാവുന്ന ഒരു പാരമ്പര്യ സുഹൃതോ സ്മൃതിയുമാണത്. നമ്മുടെ മുഴുവൻ വിശപ്പുകൾക്കൊന്നും നമ്മൾ പരിഹാരമാകുന്നുള്ള തെറ്റിദ്ധാരണയൊന്നും ആർക്കുമില്ല. എന്നാൽ നമ്മുടെ ഒച്ച കേൾക്കാവുന്ന ഇടത്തിലെങ്കിലും, നമ്മുടെ കണ്ണും കാതും ഒക്കെ എത്താവുന്ന ഇടത്തിലെങ്കിലും ഒരാളെങ്കിലും ഈ വിശന്ന് കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് നമുക്ക് അവകാശമുണ്ടോ? ഡോസ്റ്റോവസ്കിയുടെ അലീഷ്യ എന്ന് പറയുന്ന കഥാപാത്രം മന്ത്രിക്കുന്ന കണക്ക് ലോകത്തുള്ള എല്ലാത്തിനും എല്ലാവരും ഉത്തരവാദികളാണ്. നമുക്ക് കുറച്ചേറെ ഉത്തരവാദിത്തമുണ്ട്. ഓൾ ഓഫ് us are responsible for everything and I even do. അങ്ങനെ തങ്ങൾ പാർക്കുന്ന ചെറിയ ഇടങ്ങളോട് കുറച്ച് ഉത്തരവാദിത്തം അനുഭവപ്പെട്ട കുറച്ച് ചെറുപ്പക്കാരും കൂടി ചേർന്നിട്ട് നമ്മുടെ 2 ആശ്രമങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കാവലെന്ന് പറഞ്ഞൊരു ഒത്തുചേരൽ ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നൊരു ആശയമാണ് ഒരു ലളിതമായ ഒരു എക്കോണമി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. 25 രൂപക്കൊക്കെ ഊണ് കിട്ടുന്നൊരിടം. പട്ടിണി കിടക്കുന്ന ഒരു ആഫ്രിക്കൻ രാജ്യവുമായി നമ്മളെ താരതമ്യപ്പെടുത്തി പറഞ്ഞു എന്നൊരു വലിയൊരു പുകലിൻ്റെ പേരിൽ എന്തുമാത്രം കാര്യങ്ങൾ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദേശം പട്ടിണി കിടക്കുന്നു എന്ന് പറയുന്നത് ഇത്ര അപമാനകരമായ സംഭവമാണ്. പട്ടിണി ആർക്കേ ഇല്ലാത്തത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 60 കഴിഞ്ഞിട്ടുള്ളവർ പറയട്ടെ, അവർ പട്ടിണി അനുഭവിച്ചിട്ടില്ലെന്ന്. പട്ടിണി നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു, പല രീതിയിലും പല ഭാവങ്ങളിൽ. ഇപ്പോഴും അതുണ്ട്. അതില്ല എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ വല്ലാത്ത ഇൻസുലേറ്റഡായ ഒരു വ്യക്തിയായിരിക്കണം, വല്ലാത്ത സെൻസിറ്റിവിറ്റി കുറവുള്ള ഒരു വ്യക്തിയായിരിക്കണം. പല രീതികളിലാണെന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ ഗർഭകാലത്ത് അത്രയും വിശക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബുകൾ എടുത്ത് തിന്ന ഒരു കൂട്ടുകാരിയാണ്. അത് കുറെ കൂടി ഭേദപ്പെട്ടൊരു ജീവിത പരിസരത്തുള്ള ആളാണ്. വയോധികരുണ്ട്. കൂടുതൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ, അവരുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം വിളക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരാവശ്യം ഏതൊക്കെയോ രീതിയിൽ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നുണ്ട്, നിഷേധിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപിടി അന്നജം മാത്രമൊന്നുമില്ല. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പുരാതനമായ പ്രാർത്ഥനകളെന്ന് കരുതപ്പെടുന്ന ആ സുമേറിയൻ പാരമ്പര്യങ്ങളിൽ നിന്ന് പോലും ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഭക്ഷണത്തിന് മീതെയുള്ള ഗ്രേസും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ല ഒരുപിടി അന്നം ഉണ്ടായിരിക്കുക. നന്നായിട്ട് അലഞ്ഞു നടന്ന ഒരു മനുഷ്യൻ നസ്രത്തിലേച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ വായിച്ചു കേൾക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അന്നത്തെ അവൻ തൊടുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കൃതജ്ഞതാപൂർവ്വം അന്നം എടുത്തു. കണ്ണ് നിറയാതെയും കൈകൂപ്പാതെയും എങ്ങനെയാണ് അന്നത്തെ തൊടുക? അപ്പോൾ അന്നത്തെ ആദരിക്കുന്ന, മനുഷ്യനോട് ആഭിമുഖ്യമുള്ള അതിഥികളെ കണക്ക് കുലീനതയോടുകൂടി മനുഷ്യരെ സ്വീകരിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതാണ് അഞ്ചപ്പം എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ ആഗ്രഹിക്കണം. അത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ
ചെറിയ മക്കളുണ്ട്. കോളേജിലൊക്കെ ഞങ്ങൾ നടത്തിയ ഒരു പഠനം എന്ന് പറയാൻ പറ്റുന്ന നിരീക്ഷണത്തിനകത്ത് നമ്മുടെ ആൺകുട്ടികളിൽ പലരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല. പെൺകുട്ടികൾ എന്തെങ്കിലുമൊക്കെ പോയി കൊണ്ടുവരും. പക്ഷെ അമ്മമാർക്ക് ഇതിനോടും താല്പര്യമില്ലാത്തതുകൊണ്ട് അമ്മമാർ വരികയും ഹോട്ടലിൽ പോകാൻ പാടില്ലാതിരിക്കുകയും ചെയ്തു. ചെറിയ ചെറിയ തൊഴിലുകൾ ഏർപ്പെടുന്ന, ഓട്ടോ ഓടിക്കുന്ന, ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവരെ, ഇവർക്കും ഒക്കെ കൃത്യമായിട്ട് ഉച്ചപ്പട്ടിന് നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനകത്ത് ഒരു ഹോട്ടലിലേക്ക് ധൈര്യമായിട്ട് പോയി ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം അത്തരം പേര് ഒന്ന് മനസ്സിൽ കണ്ടു. പിന്നെ വേറൊരു കൂട്ടർ ഈ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ബൈസ്റ്റാൻഡേഴ്സ്. രോഗികൾക്ക് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇത്തിരി ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടാകും. ബൈസ്റ്റാൻഡേഴ്സ് തന്നെ ചെയ്യും. വിശേഷിച്ചും അവർക്ക് അന്നം തേടി കൊടുക്കേണ്ട ഒരാളായിരിക്കും മിക്കവാറും കിടക്കലുണ്ടാവുക. നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കാലത്തോട് ഉണർവിലായിരിക്കാം. ഇതിനെ മുഖം തിരിച്ചും കണ്ണും പൂട്ടിയും ഒക്കെ നമ്മൾ എന്താത്മീയത പറയണം. ബുദ്ധപാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്, നീ പ്രഭാഷണം ചെയ്തതിനേക്കാൾ 5 പേര് കൂട്ടുക. നമ്മൾ ക്ഷേത്രങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സദ്യപ്പുരകളൊക്കെ എന്തിൻ്റെ സൂചനയാണ്? ഇതൊക്കെ ഇങ്ങനെ മനുഷ്യന്റെ വിശപ്പിന് വേണ്ടി കണ്ടെത്തിയ തങ്ങളുടേതായ ചില ഉത്തരങ്ങളായിരുന്നു. ഭക്ഷണം നമുക്കൊരു നല്ല കാര്യമായിട്ട് കണക്കാക്കി ഈ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. ഈ ഭക്ഷണം വിളമ്പുമ്പോൾ കിട്ടുന്നൊരു സംഭവമുണ്ട്. അതിനുള്ള അമ്മമാർ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാർ പറഞ്ഞു തരും. അതിങ്ങനെ കഴിക്കുന്നവരുടെ തൃപ്തി മാത്രമല്ല, കൊടുക്കുന്നവരോട് തൃപ്തിയുണ്ട്. നമുക്കെപ്പോഴും ചാരിറ്റിയെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ ആർക്കോ ഒരു ഉപകാരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബോധപൂർവം ഈ ഇടത്തിന് ഒരു ചാരിറ്റിയുടെയും ഒരു പിക്ചർ കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ലളിതമായൊരു ഭക്ഷണം കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഇടം, അത്ര ഉദ്ദേശിക്കുന്നു. ആ ചാരിറ്റി എന്ന് പറഞ്ഞൊരു വരുമ്പോൾ എപ്പോഴും കൊടുക്കൽ വാങ്ങാനുള്ള പ്രശ്നമുണ്ട്. ഒരാൾ തലകുനിച്ചെന്ന് വാങ്ങാന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട കാര്യം. അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത്, നീ കൊടുക്കുമ്പോൾ നിന്റെ മറ്റേ കരം പോലും വലതുകൊണ്ട് കൊടുക്കുമ്പോൾ ഇടതരം പോലും അറിയില്ല. മറ്റൊരു വ്യക്തി എന്നല്ല പറയുന്നത്, ഈ കരങ്ങൾ പോലും അറിയാത്ത വിധത്തിൽ അത്രയും കൊടുക്കാന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ എന്തുമാത്രം രഹസ്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ചില ഇടപെടലുണ്ട്. അത്തരം സുമനസ്സുകളിൽ ഞങ്ങളുടെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ ഞങ്ങളെ ശ്രദ്ധിക്കണമെന്ന് വെറുതെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ ഈ ഒരു കോഴ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റും. കൂടുതൽ വിവരങ്ങളൊക്കെ നേരിട്ടറിയാനായിട്ട് പറ്റുന്ന വ്യക്തികളെ പരിചയപ്പെടുത്തി തരാൻ പറ്റും. അഞ്ചപ്പം എന്ന് പറഞ്ഞൊരു വാക്ക് ഊഹിക്കാവുന്ന കണക്ക് തന്നെ സുവിശേഷത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയുള്ളൊരു വാക്കാണ്. ഒരു പുരുഷാരത്തിന് വിശക്കുന്നു കണ്ടെത്തിയ ഒരാളുടെ മുമ്പിൽ ഒരു കുട്ടി 5 അപ്പം നീട്ടിയ ആ കാലത്തിന്റെ സംസ്കാരം പഠിക്കുന്നത് പറയുന്ന ഒരു മുതിർന്ന പുരുഷന് 3 അപ്പം മതി. കണ്ടിട്ടില്ലേ രാത്രി വീട്ടിൽ വന്ന ഒരു അതിഥിക്ക് വേണ്ടി 3 അപ്പം തേടി പോകുന്ന ഒരു കൂട്ടുകാരൻ്റെ കഥ. അങ്ങനെ ഒരു കുട്ടിയുടെ കൈവശം 5 അപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പാകപ്പെടുന്നത്, മറ്റാർക്ക് വേണ്ടി കരുതുന്നുണ്ട്, മറ്റാർക്ക് വേണ്ടി പാകപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കരുതലുള്ള അമ്മമാരിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ എന്തുമാത്രം അത്ഭുതങ്ങളുണ്ടാവും. ഞാൻ ചിലപ്പോൾ എന്നുള്ള വാക്ക് സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ തന്നെ ഒരു കപ്പുച്ചിൻ സഹോദരനായ ഡാനിയാണ്. ആ പദത്തിന്റെ അർത്ഥത്തിലുകൾ സങ്കല്പിക്കുന്ന തന്നെ കൂടുതൽ അതിനും ഇതൊരു ഈശ്വരന്റെ ആശീർവാദം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാവൽ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. അവനെന്ന് പറഞ്ഞൊരു സ്നേഹിതനാണ്. ഇപ്പോൾ ഈ 5 അപ്പവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ട്. 4 പേരെ അതിൻ്റെ ഒരു സംഘാടകരായിട്ട് എടുത്തിട്ടുണ്ട്. എബിസാം എന്ന് പറയുന്ന ഒരു സ്നേഹിതന്റെ എൻട്രിയാണ് ഇതിനെ കുറച്ചുകൂടി ഒരു സ്പീഡ് കൊടുത്തത്. ഈ ആശയം കുറച്ച് കാലങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും കുറച്ചൊരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ബേബി അത് കൃത്യമായിട്ട് പരിഹരിച്ച് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കൂടെ സെബാസ്റ്റ്യൻ സാറുണ്ട്, ലിസി ടീച്ചറുണ്ട്, പത്തനംതിട്ടയിലെ കൗൺസിലറായ റോസനുണ്ട്. ഇവരാണ് അതിൻ്റെ ഒരു ബോഡി, ഒരു ഒഫീഷ്യൽ ടീം എന്ന് പറയുന്നത്. പിന്നെ കുറേ നല്ല മനുഷ്യർ. അപ്പോൾ ഇതൊരു ഭക്ഷണശാല മാത്രമായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. രാവിലെ കാപ്പി ഒരു 15 രൂപയ്ക്ക് കൊടുക്കുന്ന 10, ഉച്ചയ്ക്ക് 25 രൂപയുടെ ഒരു ഊണ്, വൈകുന്നേരം 4 മണിക്ക് ഒരു 10 രൂപയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന്. പിന്നെ ഈ സ്ഥലത്ത് നമ്മൾ ഒരു ലൈബ്രറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട്. ക്യാരംസ് കളിക്കാനും ചെസ് കളിക്കാനും പുസ്തകം വായിക്കാനും പുസ്തകം എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു ഇടമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കൾച്ചറൽ സ്പേസ് എന്ന നിലയിൽ തന്നെയാണ് നമ്മളിതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് 25 രൂപയ്ക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് ഇതിനകത്ത് എങ്ങനെ സഹായിക്കാൻ പറ്റുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഡയറക്റ്റായിട്ടുള്ള വഴി? അത് നമ്മൾ ഈ സെൻട്രൽ ടെക്നോളജി കൺസെപ്റ്റ് കൊണ്ടാണ് ഇതിനെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്.
വൈവിധ്യങ്ങളുള്ള ഭക്ഷണമൊന്നും ആയിരിക്കത്തില്ല. ഒരിടത്ത് നിന്ന് പാകം ചെയ്തിട്ട് ഒരു നഗരത്തിൽ 3 കൗണ്ടർ ഉണ്ടാകും. ഈ 3 കൗണ്ടറിൽ നമ്മൾ ഈ ഭക്ഷണം വിളമ്പുന്നു. ഒരു 3 തരത്തിൽ ഇതിനെ സഹായിക്കാനായിട്ടൊരു ഒരു ഫ്രണ്ട്സിൻ്റെ, നല്ല മനുഷ്യരുടെ ഒക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ഒത്തുചേരൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ഒരുപിടി അവരെന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ആ വാക്കും ഇങ്ങനെ ഈ അഞ്ചപ്പം കണക്ക് മനസ്സിൽ വലിയ ഈർപ്പുണ്ടാക്കുന്ന വാക്കാണ്. ഒരു സ്നേഹിതനെ കാണാനായിട്ട് വേറൊരു ദരിദ്രനായ സ്നേഹിതൻ പോകുമ്പോൾ കൈവശം കരുതിയിരുന്ന ഒരുപിടി അവന്. പണ്ടങ്ങനെയൊക്കെ രീതി ഉണ്ടായിരുന്നു. ചങ്ങാതി എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങളോടൊപ്പം കരുതുക. തൊടിയിൽ നിന്ന് ഒരു മാമ്പഴമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈ കരുതിക്കൊണ്ട് പോകുന്ന രീതിയുണ്ട്. അത് കണക്ക് ഞങ്ങളെ കാണാനായിട്ടും അറിയാൻ വേണ്ടി താല്പര്യമുള്ളവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവനവൻ്റെ പറമ്പിൽ നിന്നോ കൃഷിയിടത്തിൽ നിന്നോ വയലിൽ നിന്നുണ്ടോ കൊണ്ടുവന്നാൽ ഭംഗിയുള്ളതായിരിക്കും. അത് ഇതിന് വല്ലാത്തൊരു ഫ്ലേവർ തരും. ഒന്നതാണ്. രണ്ടാമതായിട്ട് അച്ഛനെന്ന് പറയുന്ന നമ്മുടെ മാനുവൽ ലേബർ കൊടുക്കുന്നൊരു ഘട്ടമാണ്. നമുക്ക് വോളണ്ടിയേഴ്സ് ആവശ്യമുണ്ട്. സ്റ്റാഫ് എന്ന നിലയിൽ നമ്മൾ കുറച്ച് പേരെ മനസ്സിൽ കരുതുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എന്താ പറയുന്നത്, ഈ ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പാനും മേശ ശരിയാക്കാനും പാത്രം കഴുകി കൊടുക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്ന ചെറുപ്പമുള്ള മക്കളോ, അത് കണക്ക് അതേ ചെറുപ്പമുള്ള മുതിർന്നവർക്കൊക്കെ അവിടെ വരാമെന്ന് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ തൃപ്തി എന്ന് പറഞ്ഞ് കഴിക്കുന്നതിന് മാത്രമല്ല, കൊടുക്കുന്നതിന് കൂടിയാണ്. ആ ഒരു തൃപ്തി നേരിട്ട് അനുഭവിക്കേണ്ടത് തന്നെയാണ്. പിന്നെ അപ്പക്കൂട്ടെന്ന് പറഞ്ഞൊരു ഇതിനെ എക്കണോമിക്കലായിട്ട് സഹായിക്കുന്ന ഒരു ചെറിയൊരു സംഭവം. 500 പേരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6 മാസത്തേക്ക് ഇങ്ങനെ ഓരോ മാസവും 1000 രൂപ വെച്ച് തരാൻ താല്പര്യപ്പെടുന്നവർ, കണക്കിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. അത്ര ഒരു ആഗ്രഹമുള്ളവർക്ക് ലൂയിസ് ചേട്ടനാണ് ഇതിൻ്റെ ഒരു PR. അവർ വിളിച്ച് സംസാരിക്കാവുന്ന അതിൻ്റെ ഒരു രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു അപ്പക്കൂട്ട് പിരിച്ചു വിടും. കാരണം പിന്നെ അത് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ബലം നേടിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം. എല്ലാ കാലത്തും ഇങ്ങനെ ഒരു സഹായത്തിന് മീതെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും എന്നൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചില നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും കൂടെ ഞങ്ങൾക്ക് ഉറപ്പായിട്ടുള്ളത്. പിന്നെ മറ്റൊരു പട്ടണത്തിൽ ഇതൊരു വിജയിക്കുന്നൊരു ഫോർമാറ്റ് ആണെങ്കിൽ ഇത് ഏറ്റെടുക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരുടെ കൂടെ നിങ്ങൾക്ക് ചേരുകയോ വല്ലപ്പോഴും ഒക്കെ അഞ്ചപ്പത്തിലേക്ക് വന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോവുകയൊക്കെ ആവാം. താങ്ക് യു സോ മച്ച്.